കോൺഗ്രസ് വക്താവ് അനൂപ് വിആർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, നോക്കൂ, ഈ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ CPM-ഉം BJP-യും ഒക്കെ ജാഗ്രത പാലിച്ചിരിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയത്. കൂടുതൽ പീഡന പരാതികൾ വരുമെന്നും ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം പരാതി ഉന്നയിച്ചിരുന്നല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടി വരുമെന്നുള്ള രീതിയിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചത്. ആ ഒരു രീതിയിൽ ഇതൊരു ഗൂഢാലോചനയാണോ BJP-യുടെ ഭാഗത്തു നിന്നും പറയുന്നത്? ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും 2014 അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് എന്നുമാണ്. ഒരിക്കലുമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇത്തരം കേസുകളിൽ ഇരകളായ സ്ത്രീകൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ആശങ്കകളെ മുഖവിലക്കിടക്കുന്നു. അങ്ങനെ മുഖവിലക്കിടക്കുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട യുവജന നേതാവിനെതിരെ വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഏതെങ്കിലും FIR ഇല്ല, കേസില്ല, പ്രകടമായ ഒരു പരാതിക്കാരി മുന്നോട്ട് വന്നിട്ടില്ല. എന്നിട്ട് പോലും ഇരകളാണ്, സ്ത്രീകളാണ് ഇരകൾ. ഇത്തരം വിഷയങ്ങൾ വലിയ ജാഗ്രത ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിനകത്ത് കേസെടുക്കാതെ തന്നെ ആദ്യമായി ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുപോലെ ഇത്തരമൊരു സാഹചര്യത്തിൽ BJP, CPM അവർക്ക് കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയമായ ധീരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഞങ്ങളിവിടെ കേരളത്തിൽ മാതൃകാപരമായി അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നു. അച്ചടക്ക നടപടി എടുക്കുക മാത്രമല്ല, ആദ്യം രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കി പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നേ ഈ പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ ആദ്യത്തെ പടിയായ കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ നിയുക്തനാക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്നേ പുറത്താക്കി. ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ BJP-ക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ അത്തരത്തിലൊരു പരാതിയല്ലല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു നിലപാട് അത് കോൺഗ്രസിന് സ്വീകരിക്കേണ്ടി വന്നു എങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണം തന്നെയുണ്ട്. ഒന്നും രണ്ടും പരാതികളല്ല, അല്ലെങ്കിൽ ഒന്നും രണ്ടും ആരോപണങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല, കുടുംബ തർക്കത്തിന്റെ പേരിലാണ് ഇത്തരം പരാതികൾ വന്നിരിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ സാധിച്ചിട്ടില്ല. ഇവിടെ കൃഷ്ണകുമാർ അതെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ട്. പേരിൽ നിങ്ങളെ പോലൊരു മാധ്യമ പ്രവർത്തക, പ്രത്യേകിച്ച് ഒരു സ്ത്രീ, ഇതിനെ കുടുംബ തർക്കത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നത് ശരിയാണോ? കുടുംബ തർക്കത്തിന്റെ പേരിൽ കൃഷ്ണകുമാർ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ അല്ലെ, അദ്ദേഹം പറഞ്ഞൊരു ആരോപണം പറഞ്ഞതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പോലും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. കുടുംബ തർക്കത്തിന്റെ പേരിലാണെങ്കിൽ പീഡനം എന്ന് പറയുന്നത് സാധൂകരിക്കത്തക്ക ഒന്നാണോ? ഒരിക്കലുമല്ല. അപ്പൊ അവിടെ വളരെ കൃത്യമാണ് ഞങ്ങളുടെ നിലപാട്. ഇവർ പറയുന്ന പോലീസ് ഞങ്ങളെ സംബന്ധിച്ച് അന്വേഷണമേ ഇല്ല. ഒരു പരാതി നിയമപരമായി നിലനിൽക്കാത്ത ഒരു പ്രശ്നത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയമായ ജാഗ്രതയുടെ പേരിൽ, രാഷ്ട്രീയമായ നിലപാടിന്റെ പേരിൽ രാഷ്ട്രീയമായി നടപടി എടുത്തിട്ടുള്ളത്. ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന ആൾക്കെതിരെ പോലീസ് FIR ഇട്ടിട്ടില്ല. അത് അത്തരം കേസുകൾ ഇപ്പോഴും ഈ പറയുന്ന കേരളത്തിന്റെ കോൺഗ്രസ് എടുത്ത വേഗത്തിൽ എത്രയോ കാലമായ അന്തരീക്ഷത്തിൽ ഇത്തരം ആരോപണങ്ങളുണ്ട്. വേണമെങ്കിൽ ഇത്ര ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നേ. കാരണം ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തെ കുറിച്ച് എനിക്കോ നിങ്ങൾക്കോ അറിവ് ലഭിച്ചാൽ തന്നെ ആ അറിവ് പോലീസിന് കൈമാറിയാൽ കേസെടുക്കാം. കേരളത്തിൽ പറയുന്ന ഈ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും അറിയുന്ന ആളുകളായി CPM-ന്റെ സൈബർ രംഗത്തെ മുന്നണി പോരാളികളുണ്ടല്ലോ. അവർക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പോലീസിൽ കൊടുക്കാമല്ലോ. ഈ പറയുന്ന പരാതിക്കാരികളായ ഇരകൾ തന്നെ വേണമെന്ന് നമ്മൾ പറയുന്നേ ഇല്ല. ഒരിക്കലും ഇരകളായ സ്ത്രീകൾ അതിലേക്ക് വലിച്ചിഴച്ച് അവർ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നേ ഇല്ല. മറിച്ച് ഇത്തരം ഗൗരവ തരത്തിലുള്ള ഈ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴാണെങ്കിൽ രഹസ്യ സ്വഭാവത്തിൽ സ്ത്രീകളിൽ നിന്ന് മൊഴിയെടുക്കാം, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാം, എന്നാൽ പോലും പോലീസിന് കേസെടുക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് ആ അർത്ഥത്തിൽ പോലീസ് പോലും കേസെടുക്കാത്ത, നിയമപരമായി ഇപ്പോൾ നിലവിലില്ലാത്തൊരു വിഷയത്തിലാണ് കോൺഗ്രസ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായും ഇവിടുത്തെ BJP നേതൃത്വത്തോട്, CPM നേതൃത്വത്തോട് ചോദിക്കാനുള്ള അർഹതയുണ്ട്. ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ അതും ഒരു പീഡനം എന്ന് പറയുന്ന വളരെ കൃത്യമായി ഈ പറയുന്ന വെർബലായ ഒരു പരിശ്രമമല്ല, അല്ലെങ്കിൽ അത്തരം ശല്യപ്പെടുത്തലിൻ്റെതല്ല, മറിച്ച് പീഡനം ഒരു കൺസെന്റോട് കൂടി നടന്ന ഒന്നല്ല, മറിച്ച് പീഡനത്തിനകത്ത്, അതും BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ വന്നിരിക്കുന്ന ഒരു കേസിനകത്ത് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുക എന്നുള്ള ചോദ്യം വളരെ ന്യായവും നൈതികവുമാണ്. ഈ ഒരു വിഷയത്തിൽ സന്ദീപ് വാര്യർക്ക് വ്യക്തമായ ഒരു പങ്കുണ്ടെന്ന് കൃഷ്ണകുമാർ ആരോപിക്കുന്നുണ്ടല്ലോ.
അല്ല, സന്ദീപ് വാര്യർ വളരെ ഫാൾസായി ഫേക്കായി ഉണ്ടാക്കിയ കേസാണെങ്കിൽ സന്ദീപ് വാര്യർക്കെതിരെ കൃഷ്ണകുമാറിന്റെ കേസ് കൊടുക്കാമല്ലോ. വളരെ ഫേക്കായി ഒരാൾക്കെതിരെ പീഡന പരാതി ഉന്നയിക്കാമെങ്കിൽ അത് ഈ പറയുന്ന ആൾക്കും തിരിച്ചും കേസ് കൊടുക്കാമല്ലോ. നിയമത്തിന്റെ ആനുകൂല്യം എന്ന് പറയുന്നത് കൃഷ്ണകുമാറിനല്ലേ. അതിനകത്ത് ഇത്തരമൊരു പരാതി വരുമ്പോൾ അത് ഫേക്കാണെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോ ഏത് പരാതിയിലും സാധ്യമാകുന്നൊന്നല്ലേ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കാര്യത്തിലും ഈ ഒരു പരാതി എന്ന് പറയുന്നത് ഫേക്കാണ്. അതിനകത്ത് പരാതിക്കാരെ ഇല്ല, അവരുടെ അങ്ങനെ ഒരു സമീപനം കോൺഗ്രസിന് സ്വീകരിക്കാമല്ലോ. അങ്ങനല്ല, ഒരു പൊതുമാനദണ്ഡത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ അതിനകത്ത് കൃഷ്ണകുമാറിന്റെ കാര്യത്തിലൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലൊന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ അനൂപ് വി ആർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.